ഞങ്ങളുടെ ഓമന നേതാവേ, മുണ്ടുടുത്ത നേതാവേ, ഞങ്ങളുടെ ഓമന നേതാവേ, മുണ്ടുടുത്ത നേതാവേ, ധീരതയോടെ നയിച്ചോളൂ, ധീരതയോടെ നയിച്ചോളൂ, ലക്ഷം ലക്ഷം പിന്നാലെ, ലക്ഷം പിന്നാലെ. പ്രിയപ്പെട്ട എന്റെ സഹപ്രവർത്തകരെ, എനിക്കൊന്നേ പറയാനുള്ളൂ. ഇന്ന് എന്റെ മുണ്ട് ഊരിയെങ്കിൽ നാളെ നിങ്ങളുടെ അണ്ടർവെയർ ഊരുമെന്ന് ഞാൻ പ്രസ്താവിക്കുന്നു. മതി മതി, ഇനിയിപ്പോ എല്ലാവരും സ്വന്തം വീട്ടിൽ പോയി ആഹാരം കഴിച്ചിട്ട് വാ. ഞാൻ ഒന്ന് വിശ്രമിക്കട്ടെ. അപ്പൊ ഊണില്ലേ? ഒന്ന് പോടെ. ചേച്ചമ്മേ, എന്തെങ്കിലും കഴിക്കാനെടുക്ക്. ആ, ഇതാര്? കുട്ടി സഖാവോ? ഇലക്ഷൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ എപ്പ എത്തി? ആ, കയ്യ്, കാല്, കണ്ണ്, മൂക്ക്, നാക്ക് ഫുൾ ബോഡി ആയിട്ടാണല്ലോ തിരിച്ചെത്തിയിരിക്കുന്നത്. ചേച്ചിയമ്മയുടെ ഒരു ഭാഗ്യം. അല്ല, എത്ര പേരവിടെ കാഞ്ഞു? അവിടെ ഒരു കുഴപ്പമില്ല. കണ്ണൂര് റിസൾട്ട് ഒക്കെ അറിഞ്ഞല്ലോ അല്ലേ? അറിഞ്ഞു. നിങ്ങളുടെ പാർട്ടി ജയിച്ചു. ചുമ്മാതല്ല, കള്ളോട്ട് ചെയ്തിട്ടല്ലേ? അനാവശ്യം പറഞ്ഞോണ്ടല്ലോ, ഒരു ഒറ്റ കള്ളവോട്ട് അവിടെ വീണിട്ടില്ല. അത്രയ്ക്ക് സത്യസന്ധമായിട്ടാ ഞങ്ങൾ ഡ്യൂട്ടി ചെയ്ത്. കണ്ണൂരിലെ കാര്യം അങ്ങോട്ട് വിട്. ബംഗാള് എന്തിന്? ചൈന കള്ളോട്ടിന്റെ പെരുന്നാളായിരുന്നില്ലേ? ചൈനയിൽ വോട്ടിംഗ്. മതി മതി, നിർത്ത്. ഇതൊരു നിയമസഭയല്ല. കറക്റ്റ്, അങ്ങനെ പറ ചേച്ചി. നിന്നോട് കൂടി തന്നെ പറഞ്ഞത്. കുഞ്ഞേട്ടൻ ഉണ്ടായിരുന്നപ്പോ ആ മുഖത്ത് നോക്കി എന്തെങ്കിലും പാർട്ടിക്കാരി ഇവിടെ സംസാരിച്ചിട്ടുണ്ടോ നീ? അതെങ്ങനെ സംസാരിക്കാനാ? പാർട്ടി കളിച്ച് വീട്ടുകാർ ഉപേക്ഷിച്ചപ്പോ എനിക്കൊരു ജീവിതം തന്നത് സഖാവ് കുഞ്ഞേട്ടനല്ലേ? ആ, അത് ഓർമ്മയുണ്ടായിരുന്നാ മതി. വാ, വന്നു വല്ലതും കഴിക്കാൻ നോക്ക്. അല്ല അമ്പി, നിനക്ക് പ്രായം ഇത്രയായില്ലേ? ഇപ്പോഴത്തെ ഈ തമ്മിലടി രാഷ്ട്രീയം കൊണ്ട് നിങ്ങളെ പോലുള്ളവർക്ക് വല്ല ഭാവിയുണ്ടോ? പേരിനൊരു ഗ്രൂപ്പ്, കൂടെ കുറച്ച് ഗുണ്ടകളുണ്ടെങ്കിൽ ഭാവി ജീവിതം ഭദ്രം. കൂടാത്തതിന് എന്റെ പ്രകടനങ്ങൾ ടിവിയിൽ കണ്ട് ഒരു ആക്ഷൻ ഡയറക്ടർ അന്തം വിട്ട് ചിരിച്ച് അദ്ദേഹത്തിന്റെ പുതിയ പടത്തിൽ കോമഡി വില്ലന എന്ന കരാർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇനി കതറ് വിട്ട് ശുപാർശക്കായി സെക്രട്ടേറിയറ്റിലോട് ചെന്ന അവന്മാര് ചവിട്ടി പുറത്താക്കും. നോക്കിക്കോ, അണ്ണന്റെ വരുമാനവും സെക്രട്ടേറിയറ്റിലെ പിടിപാടും ഇതോടെ ക്ലോസ്. ഞൊട്ടും. ഏതവൻ ഭരിച്ചാലും സെക്രട്ടേറിയറ്റിന്റെ തീറാധാരവി അമ്പയണ്ണന്റെ കയ്യിൽ തന്നെ. തെളിയിക്കണ. ആ, വേണം. എങ്കിൽ 24 മണിക്കൂറിനകം എനിക്കൊരു ട്രാൻസ്ഫർ ഒപ്പിക്കണം. ട്രൗസറോ? ഓ, ട്രൗസർ അല്ല, ട്രാൻസ്ഫർ. ട്രാൻസ്ഫറാ? ആ, കണ്ണൂരേക്ക്. എന്റെ അമ്മോ, ചുടുകാട്ടിലേക്ക് വേണം, ഒപ്പിച്ചേരാം. പക്ഷെ കണ്ണൂരിലേക്ക് പറ്റില്ല. നടക്കോ ഇല്ലയോ ഇപ്പൊ അറിയണം. വെല്ലുവിളിയാണോ? എങ്കിൽ നടക്കും. സ്വന്തക്കാരനാണെങ്കിലും തന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല. നീ മറ്റേ പാർട്ടിയാ. അപ്പൊ കണ്ണൂരിലേക്ക് ഒരു ട്രാൻസ്ഫർ. എന്തായി കാണിക്കുന്നത്? നമുക്ക് കോംപ്രമൈസ് ഇല്ല. അടിയിൽ ഒരു കോംപ്രമൈസ് ഇല്ല. ഈ വര കടന്നു വന്നവരാരും അമ്മയെ കണ്ട് മരിച്ചിട്ടില്ല. ഈ റൗഡി ഭാസ്കര പുലിയാടാ, പുലി. ഭാസ്കരൻ മുണ്ട് മടക്കി കുത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ചോരപ്പുഴ. നമുക്ക് കോംപ്രമൈസ് ചെയ്യാം. അടിയിൽ കോംപ്രമൈസ് ഇല്ല ചേട്ടാ. എന്റെ അടിയിൽ കോംപ്രമൈസ് ഇല്ലെന്നാ പറഞ്ഞത്. കൃഷ്ണകുട്ടി, എനിക്കും അടിക്കണ 2 പാന്റ്. ഓ, ഭാസ്കരേട്ടനും കൂടി പാന്റ് എടുക്കുമ്പം നമ്മുടെ ഗ്രാമം പാൻസിന്റെ കാര്യത്തിൽ സമ്പൂർണ്ണ സാക്ഷരത നേടും. ഇതെന്താടാ പാന്റ് നീ വാടകയ്ക്കും കൊടുത്തു? അതെ, അടുത്തുള്ള ഗ്രാമത്തിൽ നിന്ന് ആരെങ്കിലും കല്യാണം മറ്റോ വിളിക്കാനായിട്ട് മുണ്ടെടുത്ത് വന്നാല് ഇവിടുന്ന് പാന്റ് എടുത്ത് അവർക്ക് അപമാന ഭീതി ഇല്ലാതെ നടക്കാം. മണിക്കൂറിന് 10-75 പൈസ. എന്താടാ 75 പൈസ? അത് അലവൻസ് ആണ്, വാഷിംഗ് അലവൻസ്. നീ കൊറേ നേടുന്നുണ്ടല്ലോ. ഇത് റോൾഡ് ഗോൾഡാ. അളവെടുക്കട്ടെ. നിക്കല്ലേ? ഒരു പാന്റ് അടിക്കാൻ എന്താടാ കൂലി? കൂലിയല്ല, ഫീസ് 150 രൂപ ഉള്ളൂ. 150 രൂപയെ? ഞാൻ ഒരു 50 രൂപ വരും. അയ്യോ, 50 രൂപ ട്രൗസർ അടിക്കാനേ പറ്റുള്ളൂ. ട്രൗസർ മതി. എന്നാ അളവെടുക്കട്ടെ. ഇതെന്താ? ട്രൗസർ ആകുമ്പോ വള്ളി വേണ്ടേ? വള്ളി വേണ്ട, വള്ളിക്കുള്ള തുണി തയ്യില്ല. ആണോ? അപ്പൊ ഇവിടെ എടുക്കാം. ഇറക്കം ഇത് മതി. അരയിഞ്ച്. അല്ല, ചെരുപ്പ് വരെ ഇരുന്നോട്ടെ. ചെരുപ്പ് വരെ അല്ലേ? അല്ല, ചെരുപ്പ് വരാകുമ്പോ അത് പാന്റ് ആവൂലേ? പാന്റ് വേണ്ട, ട്രൗസർ. ചെരുപ്പ് വരാൻ നീളമുള്ള ട്രൗസർ. ഇറക്കം കൂടാൻ നേരത്ത് 2 മതി. പാന്റ് ഒന്നുമില്ല. ചേകന്നൂർ വീരകണ്ഠൻ കർത്താവ് എന്റെ അച്ഛൻ. ഞാൻ നീലകണ്ഠൻ കർത്താവ്. 18 പയറ്റി തെളിഞ്ഞ പാരമ്പര്യമുള്ള കുടുംബം. കാട്ടാനെ വരെ ചൂണ്ടുവർമ്മത്തിൽ നിർത്താൻ കഴിവുള്ളവനാണ് ഈ കർത്താവ്. അതുകൊണ്ട് എനിക്കാരെയും പേടിയില്ല. വർമ്മയുടെ ഈ എസ്റ്റേറ്റ് ഞാൻ തന്നെ വാങ്ങും. എന്തു പറ്റി? അല്പം വലിവുണ്ടേ, എന്നാലും ശക്തിക്ക് കുറവൊന്നുമില്ല. ആർക്കും ഒരു സംശയവും തോന്നാതിരിക്കാനാ കാര്യങ്ങൾ ഇവിടെ വെച്ച് സംസാരിക്കാൻ തീരുമാനിച്ചത്. അത് നന്നായി. ആരെങ്കിലും കണ്ടാൽ നമ്മൾ മൂത്രമൊഴിക്കാൻ നിൽക്കുന്നേ തോന്നൂ. കർത്താവാണ് എന്റെ എസ്റ്റേറ്റ് വാങ്ങുന്നതെന്ന്
നാളെ രജിസ്ട്രേഷൻ കഴിയുന്നത് വരെ ഒരു ഈച്ച പോലും അറിയരുത്. കാണാൻ 1000 കണ്ണുകളും കേൾക്കാൻ അതിലേറെ കാതുകളുമുള്ളവനാ ജീവൻ. അതെ, എന്നോട് കളിച്ചാലേ ഞാൻ ആളെ വെച്ച് കൊല്ലിക്കും. എന്തെങ്കിലും പൂത്ത പടമുണ്ട്. ആ ഒറ്റയ്ക്കാണ്. എന്തിനാ ഈ തണുപ്പത്ത് പുറത്തിറങ്ങിയത്? നീ എങ്ങോട്ടാ? മതിലാടിയും നോക്കാൻ വന്നാടി. ആരാ മനസ്സിലായില്ലോ? ഞാൻ കർത്താവ്. എന്റെ ഈശോയെ, അങ്ങ് ഉയർത്തെഴുന്നേറ്റ് പോയിട്ട് ഇപ്പഴേ വരണേ. എവിടെ കുരിശ്? ആ കർത്താവല്ലടോ, ഞാൻ ഇവളുടെ ഭർത്താവ്. പേര് ചേകന്നൂർ നീലകണ്ഠൻ കർത്താവ്. കണ്ടാലേ അവരുടെ അപ്പൂപ്പൻ, സോറി മുത്തച്ഛനാണെന്ന് തോന്നുന്നു. മുത്തച്ഛന്റെ അപ്പനാടാ. ആണുങ്ങളുടെ മണം അടിച്ചപ്പോഴേക്കും നീ വേലിയാടി ഇല്ലടി മൂദേവി. നാട്ടിലുള്ള പൂവാലന്മാരുടെ മുഴുവൻ ശല്യം സഹിക്ക വയ്യാതെ ഉള്ളതൊക്കെ വിറ്റുപറക്കി തണുപ്പത്ത് വന്നപ്പോ ആരാടാ ഈ ജീവൻ? ഞാനാ. നീ വലിയ കൊമ്പത്തെ ആളാണെന്നൊക്കെ ഞാൻ അറിഞ്ഞു. പക്ഷെ എനിക്ക് നീ ഒരു പുല്ല. എന്തെങ്കിലും പൂത്ത കാശിടടാ. പൂത്ത കാശുണ്ടെങ്കിൽ വെയിലത്ത് വെച്ചോണോ? അയ്യോ, എന്താ പറ്റി? സമാധാനമായി. ഞങ്ങൾ ഇറങ്ങട്ടെ, പിന്നെ വരാം. വരണതിന് വിരോധമില്ല, പക്ഷെ ഒറ്റയ്ക്ക് വന്നാൽ മതി. കൂടെ ഈ ഉപ്പുചാക്ക് വേണ്ട. നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ലേ? സത്യം പറഞ്ഞ എനിക്ക് ഒരു പണിയുമില്ല. ഇവിടെ വന്ന ശേഷം ആകെ ബോറടിച്ചിരിക്കുക. ചേട്ടനാണെങ്കിൽ ഇവിടുത്തെ ക്ലൈമറ്റും പിടിക്കുന്നില്ല. വലിവുണ്ടേ? അതേടി, എന്നെ ഉറക്കി കിടത്തിയിട്ട് നീ വേലി ചാടി അല്ലേടി ഒരുമ്പട്ടോളെ. ഈ പ്രായത്തിന് നിന്നെ കെട്ടാൻ അറിയാമെങ്കിൽ നിന്നെ കെട്ടിയിടാനും അറിയാടി. ഇങ്ങോട്ട് പാടി. നാണമില്ലോടോ എനിക്ക്? കൂടെ ഓടാനും ശൃംഗരിക്കാനും മറ്റൊരുത്തന്റെ ഭാര്യ കിട്ടിയുള്ളൂ. ഒന്നുമില്ലെങ്കിൽ തന്നെ പോലെ ഞാൻ ഒരു ചെറുപ്പക്കാരനല്ലോടോ. പോടാ പുല്ലേ. കൊല്ലടാ കൊല്ലടാ. എന്റെ പൂത്ത പണമുണ്ട്. ആളെ വിട്ടിയാൽ നിന്നെ കൊല്ലിക്കും. കേക്കട്ടെ നാട്ടുകാർ പിന്നെ തെണ്ടിത്തരം. 2 എണ്ണത്തിനും നാട്ടിക്ക് ഞാൻ. ഇയാളെ വിളിച്ചോണ്ട് പോ. വെറുതെ തന്നെ കൈക്ക് പണി ഉണ്ടാക്കരുത്. കിളവനാണെന്നൊന്നും ഞാൻ നോക്കൂല. ആരാടാ കളവൻ? എഞ്ചടാ ആരാടാ കളവൻ? ഞാനവനെ കൊല്ലാൻ വരുന്നത്. കൊല്ലാൻ വേണ്ടിട്ടല്ലേ വരുന്നത്. കൊല്ലാൻ വരുന്നത്. എന്നെ ഉറക്കി കിടത്തിയിട്ട് അവള് വേലിയാടി ഇങ്ങോട്ട് പോന്നിട്ടുണ്ടാവും. എത്ര കാശ് കൊടുത്തിട്ടായാലും ശരി, എനിക്ക് എവിടെന്നെങ്കിലും ഒരു പെണ്ണിനെ വേണം. ഇത്ര പെട്ടെന്ന് ഒരു പെണ്ണിനെ തപ്പിക്കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ പോവും. നിനക്ക് ഇതല്ലാതെ ഇവിടെ വേറെന്താ പണി? പറഞ്ഞ പോലെ ചെയ്താ. 2 ദിവസം സമയം ഞാൻ തരും. അതിനുള്ളിൽ ഏതെങ്കിലും ഒരു പെണ്ണിനെ എനിക്ക് കിട്ടിയേ പറ്റൂ. അയ്യേ കാമപ്രാന്തൻ. നിനക്ക് കാര്യം നടന്നാ പോരെ? മണിയായിട്ടുള്ള പെണ്ണിനെ ഞാൻ കൊണ്ടുതരും. മാമത്തണ്ടി. ജീവ, നമുക്ക് പറ്റിയ ഒരു പെണ്ണ് നമ്മുടെ കൺമുമ്പിൽ തന്നെയുണ്ട്. ആര്? നല്ല ലക്ഷണമൊത്ത പെണ്ണാവള്. നമ്മുടെ കർത്താവിന്റെ ഭാര്യ തിലോത്തമ. ആശുപത്രി കിടന്ന ആള് ദേ വരുന്നു. ദൈവമേ, ഇവിടെ പവർ കട്ടാ. കണ്ട് 2 മൂടി കെട്ടിയിട്ട പവർ കെട്ടുന്ന. ഓ, അത് ഞാൻ മറന്നു. വാ ഇറങ്ങാശാനെ. ഡ്രൈവറാ. അപ്പൊ ആശാനാണ് ഇത്ര നേരം വണ്ടി ഓടിച്ചത്. എന്റെ ആയുസിന്റെ ഒരു ബലേ. ആശാനെ, ആശുപത്രിയിൽ വെച്ച് പരിചയപ്പെട്ടതാണെങ്കിലും ഈ അന്തന് തുണയായി വന്ന സ്ഥിതിക്ക് ഒരു ഗ്ലാസ് കാപ്പി കുടിച്ചിട്ട് പോകാം. പ്ലീസ് വേണ്ട. എളുപ്പം ചെന്നിട്ട് വേണം എനിക്ക് ഒരുത്തിനെ പൊക്കാൻ. ആരെ? അതേതാ കൂടെയുള്ള പിച്ചക്കാരൻ? തേടിയ പള്ളി കാലിൽ ചുറ്റി. നിന്റെ കാലല്ല, നിന്റെ അപ്പന്റെ കാലിൽ. വാ. ഇത്ര പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്തോ? ഡിസ്ചാർജ് ചെയ്തല്ല, ഇറങ്ങി ഓടിയതാ. ഞങ്ങൾ രണ്ടുപേരുടെയും പേരിൽ കേസാക്കുന്നു. അപ്പൊ പിച്ചക്കാരനല്ല, രോഗിയാ. ജന്മനാ ഇത് തന്നെയാ രൂപം. ജനിച്ചപ്പോ ചെറുതായിരുന്നു. എവിടെയാ വീട്? തിരുവനന്തപുരത്ത്. തിരുവനന്തപുരത്തോ? എന്താ പേര്? അംബുജാക്ഷൻ. വേണ്ടപ്പെട്ട ഒരു അമ്പിയെന്ന് വിളിക്കും. അമ്പി അണ്ണനാ? അമ്പടാ. നീ ഒരുത്തരാണ് എന്നെ ഈ കോലത്തിലാക്കിയത്. അപ്പൊ മിത്രമായി വന്നത് ശത്രു ആയിരുന്ന? വാടാ, ഇപ്പൊ തന്നെ തിരുവനന്തപുരത്തേക്ക് ഉറപ്പെടണം. അമ്പി അണ്ണ, എനിക്കിവിടെ ഒരു കുഴപ്പമില്ല. അതൊന്നും എനിക്കറിയില്ല. നിന്നെ കൈയോടെ കൊണ്ടുവരാൻ ചേച്ചിയമ്മ പറഞ്ഞിരിക്കാണ്. വാ, എടുക്ക്, പെട്ടി എടുക്കടാ. രത്നമ്മയല്ലേ വന്നത്? അതെങ്ങനെ മനസ്സിലായി? നല്ല പുളിച്ച മോരിന്റെ മണം. ആരാകത്തേക്ക് പോയത്? അമ്പിയണ്ണൻ. ആളാരാന്നറിയോ? ഇല്ല. അമ്പി അണ്ണ, ഞാൻ പറയുന്നത് കേക്കും. രത്നമ്മേ. രത്നമ്മ തന്നെ പറ, ഞാൻ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. ആരോടെങ്കിലും വഴക്കുണ്ടാക്കിയിട്ടുണ്ടോ? എന്നിട്ട് എന്നെ പിടിച്ചോണ്ടോ വന്നിരിക്കുവോ? ഈശ്വര, നേരോ? ഇല്ല, ഞാൻ വിടത്തില്ല. എന്താ ഈ രത്നമ്മ പറഞ്ഞ കേൾക്കില്ലേ? സ്നേഹം എനിക്കൊരു വീക്ക്നെസ്സാ. നല്ല വീക്ക് കൊള്ളുമ്പോ മാറും. ഇവനൊക്കെ പിടിച്ച് കളിക്കുന്നതും ഇപ്പൊ രത്നമ്മ കയറി പിടിച്ചത് അതിലാ. വീക്ക്നെസ് പിടിവിട്ട് പെട്ടിയുണ്ടാ തോക്കടാ. കുറെ നേരമല്ലേ നിങ്ങൾ അവിടെ ഇവിടെ പിടിക്കാൻ തുടങ്ങിയിട്ട്? എടോ പ്രഭുദേവേ, നീ ചെയ്യുന്നത് ചാവാനാണോ ജീവിക്കാനാണോ? താനൊക്കെ എന്നെ പോലെ സ്ലിം ബ്യൂട്ടി ആകാൻ നോക്ക്. ഇതെങ്ങനെ സംഘടിപ്പിച്ചു? അമ്പലം ചെറുതാണെങ്കിലും പ്രതിഷ്ഠ അപാരം. വൃത്തികെട്ടവൻ. ഇവിടെ
ആരും വരില്ല. ചേട്ടാ കുറുമ്പൻ. കുറുമ്പനാ? അതേത് കുറുമ്പൻ? ഇതൊന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. വേണ്ട. ഇതെന്താ ഈ പാതിരാത്രിയിലെ തേന്മാവിൻ കൊമ്പത്ത്? അതെ, ചക്ക പഴുത്താന്ന് നോക്കാൻ വേണ്ടി കേറിയതാ. മാവിലല്ലേ? പിന്നെ പ്ലാറ്റ്ഫോം ടിക്കറ്റിൽ ഏതൊരു തെണ്ടി അകത്ത് കയറിയിരിക്ക. ഞാൻ ഈ ഹൈക്കമാൻഡിൽ കയറി ഒന്ന് നിരീക്ഷണം നടത്താന്ന് കരുതി. നീ എന്താ ഇവിടെ? ഞാൻ ചിട്ടി പിടിക്കാൻ വന്നതാ. തെയ്യം പ്രമാണിച്ചകത്ത് നറുക്കെടുപ്പ് നടക്കുക. ഇവള് ചിട്ടിയല്ല, ബാങ്കാ. ഇത് സാധാരണ ബാങ്കല്ല, സഹകരണ ബാങ്കാ. 3 പേരെ കൊന്നിട്ട് ജയിലിൽ പോയി തിരിച്ചു വരുന്നുള്ള ഭർത്താവ് പിടിച്ചിരുന്നു. എന്റെ ഗുരുവായൂരപ്പാ, ഒരു കൊച്ചു പെണ്ണിനെ പൂവങ്കോഴി ഓടിക്കുന്നത് പോലെ ഓടിച്ച് പീഡിപ്പിക്കുന്നത് ഈ കാമപ്രാന്തന്മാരി. ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടാൻ പോയിട്ടില്ലേ? തല കയറി കൊണ്ടത് ഇനി മതിയായില്ലേ? മതിയായിട്ടില്ലടി, അവന്മാർക്ക് പോലീസുകാരെ കൊണ്ട് 10 കൊടുപ്പിച്ചാൽ മതിയാവും. കേറി പോയോ? എന്നാ അനുഭവിച്ചോ? ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? എന്നാ കിണ്ടൽ പண்றியா? എസ് ഐ തമ്പാനൂർ തമ്പാനെ കളിയാക്കുന്ന താൻ? സോറി സാർ, വലിവാണ്. വലിയ താനാരാ? റബ്ബറോ? ഞാൻ അല്ല, ഒരു പൗരൻ. സ്വർഗത്തിൽ വ്യഭിചാരം നടക്കുന്നു. അതിന് ഭൂമിയിലുള്ള ഒരു പോലീസുകാരൻ എന്ത് ചെയ്യേ? സ്വർഗം ഒരു വീടിന്റെ പേരാണ് സാർ. 3 തെണ്ടികൾ ചേർന്ന് പൂവോടൊരു പെണ്ണിനെ പിച്ചിച്ചിരുന്നത് ഞാൻ എന്റെ കണ്ണോണ്ട് കണ്ടു സാർ. വേഗം പോയ പൂവിനെ രക്ഷിക്കൂ സാർ.